പല നിലകളിലുള്ള ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ബഹുസ്വരധാരകൾ എന്ന വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നത്. ഒരു കാൽനൂറ്റാണ്ട് മുമ്പാണെങ്കിൽ നവോത്ഥാനം എന്ന ആശയത്തെ സംബന്ധിച്ച് ഉയരാനിടയില്ലാത്ത ഒട്ടനവധി വിമർശനങ്ങൾ, എതിർവാദങ്ങൾ ഇന്ന് നവോത്ഥാനം എന്ന സങ്കല്പത്തെക്കുറിച്ചും കേരളീയ നവോത്ഥാനം, ഭാരതീയ നവോത്ഥാനം തുടങ്ങിയ ആശയങ്ങളെക്കുറിച്ചുമെല്ലാം ഉയരുന്നുണ്ട്. അവയുടെ വിപുലമായൊരു പരിശോധനയ്ക്ക് ഞാനിവിടെ മുതിരുന്നില്ല. ഒന്ന് രണ്ട് ചില അടിസ്ഥാന സൂചനകൾ മാത്രം നൽകി നമ്മുടെ കേന്ദ്രപ്രമേയത്തിലേക്ക് ഞാൻ കൂടുതൽ കടന്നു വരാം എന്നാണ് കരുതുന്നത്. എന്താണ് നവോത്ഥാനം എന്നതിന് ധാരാളം വ്യത്യസ്ത വിശദീകരണങ്ങളുണ്ട്. യൂറോപ്യൻ സന്ദർഭത്തിലാണെങ്കിൽ പ്രാചീന ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തിൻ്റെയും ദർശനത്തിൻ്റെയും സാഹിത്യത്തിൻ്റെയും ഒക്കെ വീണ്ടെടുപ്പും മധ്യകാല മതാത്മകതയുണ്ടാക്കിയ ആചാരപരതയ്ക്ക് മുകളിൽ ആധുനികമായ മൂല്യബോധത്തെ പുനഃസ്ഥാപിക്കുന്നതിൻ്റെ വഴിയുമായിട്ട് നവോത്ഥാനം വിശദീകരിക്കപ്പെട്ടു പോരാറുണ്ട് പൊതുവെ. ഇതുകൂടാതെ പലതരത്തിലുള്ള വിശദീകരണങ്ങൾ നവോത്ഥാനം എന്ന ആശയത്തെ സംബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട്. അത് അവയുടെ ഓരോന്നിൻ്റെയും വിശദാംശങ്ങൾ പരിശോധിക്കാൻ മുതിരാതെ നമുക്ക് പൊതുവിൽ പറയാവുന്ന ഒരു കാര്യം, നവോത്ഥാനം എന്നത് ഒരു നിലയിൽ ഒരു മനുഷ്യകേന്ദ്രിതത്വം എന്ന് വിളിക്കാവുന്നൊരു നിലയിലേക്കുള്ള ഒരു ഊന്നലാണ് എന്ന് പറയാം. ആന്ത്രോപോസെൻട്രിസം എന്ന് വിളിക്കാവുന്ന മനുഷ്യനെ ഒരടിസ്ഥാന പ്രമാണമായി കാണാൻ തുടങ്ങുകയും മാനുഷികതയെ ദൈവികതയുടെ മറുപുറമായി കണ്ടിരുന്ന ഒരു വീക്ഷണഗതിക്ക് പകരം ദൈവികതയുടെ പൂർത്തീകരണം എന്ന നിലയിൽ ആ മാനുഷികതയെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു കാഴ്ചപ്പാട് പൊതുവെ പറഞ്ഞാൽ നവോത്ഥാനത്തിൻ്റെ ഒരു ഉള്ളടക്കമായി മനസ്സിലാക്കി പോരാറുണ്ട്. ഇതേ വീക്ഷണഗതിയെ സംബന്ധിച്ച് തന്നെ ചരിത്രപരമായി പറഞ്ഞാൽ 14-ാം നൂറ്റാണ്ട് അവസാനം മുതൽ 17-ാം നൂറ്റാണ്ട് വരെ നീണ്ടുനിന്ന സാംസ്കാരികവും വൈജ്ഞാനികവും മതപരവുമൊക്കെയായ നവീകരണ ശ്രമങ്ങളെ ആകെ ചേർത്ത് വച്ചാണ് നവോത്ഥാനം എന്ന് നാം പറഞ്ഞു പോരാറുള്ളത് പൊതുവിൽ. വാസ്തവത്തിൽ ഇങ്ങനെ പറയുന്നതിനെ പിൽക്കാലത്ത് വലിയ തോതിൽ വിമർശന വിധേയമാക്കുന്ന വീക്ഷണങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ഞാനതിൻ്റെ വിശദാംശങ്ങളാകെ പറയാതെ രണ്ട് കാര്യങ്ങൾ മാത്രം പ്രത്യേകിച്ചെടുത്ത് പറയാം എന്ന് കരുതുന്നു. ഒന്ന്, നവോത്ഥാനം എന്ന സങ്കല്പനത്തിൻ്റെ പിന്നിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു യൂറോസെൻട്രിസത്തെക്കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഇന്ന് ഉയരുന്നുണ്ട്. അതായത് പ്രാചീന ഗ്രീസിൽ ഉടലെടുത്ത് റോമിൽ വളർന്ന് മധ്യകാലത്തെ നൂറ്റാണ്ടുകളിൽ ഇരുളടഞ്ഞു കിടന്ന് നവോത്ഥാനത്തോടെ വീണ്ടെടുക്കപ്പെടുകയും ലോകമാകെ വ്യാപിക്കുകയും ചെയ്ത വിജ്ഞാന വികാസത്തിൻ്റെ ഒരു ചരിത്രപഥത്തെ നവോത്ഥാനം എന്ന സങ്കല്പം മുമ്പോട്ട് വയ്ക്കുന്നുണ്ടെന്നും അത് ഗ്രീസിന് മുമ്പ് തന്നെ വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും വഴിതെളിച്ച ബാബിലോണിയൻ അസീറിയൻ നാഗരികതകളെക്കുറിച്ചോ ഗ്രീക്കോ റോമൻ വിജ്ഞാനകാലത്ത് തന്നെ വലിയ തോതിൽ വികാസം പ്രാപിച്ചിരുന്ന ചൈനീസ് ഇന്ത്യൻ വിജ്ഞാന പാരമ്പര്യങ്ങളെക്കുറിച്ചോ ഇരുണ്ട യുഗമെന്നൊക്കെ വ്യവഹരിക്കപ്പെട്ട കാലത്ത് വാസ്തവത്തിൽ ലോകവിജ്ഞാനത്തിൻ്റെ കേന്ദ്രമായി നിലകൊണ്ട ബാഗ്ദാദും കൊർദോവയും അടക്കമുള്ള വിജ്ഞാന സംസ്കാര മേഖലകളെക്കുറിച്ചോ മിക്കവാറും മൗനം പാലിക്കുകയും യൂറോപ്പിനെ മാത്രം കേന്ദ്രമാക്കുന്ന ഒരു ട്രജക്ടറി, ഒരു സഞ്ചാരപഥം വിജ്ഞാനത്തിനും സംസ്കാരത്തിനും കൽപ്പിച്ച് നൽകുകയും ചെയ്യുന്ന ഒരു കേന്ദ്ര സങ്കല്പനമായി നവോത്ഥാനം മാറിയിരിക്കുന്നു എന്ന വിമർശനമാണ് ഇതേക്കുറിച്ച് വലിയ തോതിൽ ഉയർന്നിട്ടുള്ള ഒരു വാദം. ഞാനത് ശരിയോ തെറ്റോ എന്ന് പറയുകയല്ല, നവോത്ഥാനത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ ഈ പ്രോബ്ലം കാണേണ്ടതുണ്ടെന്ന് പറയുകയാണ്. അല്ലാതെ കളങ്കമേതുമില്ലാത്തൊരു വിശുദ്ധ ഭൂതകാലം എന്ന മട്ടിൽ ഈ സങ്കല്പനങ്ങളെ കൊണ്ട് നടക്കുന്നതിൽ ഇന്ന് പ്രത്യേകിച്ചൊരർത്ഥവും ഇല്ല. രണ്ടാമത്തെ ഒരു വിമർശനം നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ പ്രാചീന ഗ്രീക്കോ റോമൻ വിജ്ഞാനം യൂറോപ്പിന് 14-15 നൂറ്റാണ്ടുകളിൽ കൈമാറി കിട്ടിയത് എങ്ങനെയാണ്? അത് മുഖ്യമായിട്ടും
മധ്യയുഗങ്ങളുടെ ഘട്ടത്തിൽ പ്രാചീന ഗ്രീക്കോ റോമൻ വിജ്ഞാനത്തെ വലിയ തോതിൽ സംരക്ഷിക്കുകയും ചൈനയിൽ നിന്നും ഇന്ത്യയിൽ നിന്നും പേർഷ്യയിൽ നിന്നും ഒക്കെ കൈവന്ന അറിവുകളുമായി അതിനെ കൂട്ടിയിണക്കുകയും അതിനെ നവീകരിച്ച രൂപത്തിലേക്ക് ലോകത്തിന് കൈമാറുകയും ചെയ്തതിൻ്റെ കേന്ദ്രമായി പ്രവർത്തിച്ചത് അറബ് പണ്ഡിതന്മാരാണ്. ഈ അറബ് പണ്ഡിതന്മാരിലൂടെ സംഭവിച്ചൊരു ട്രാൻസ്മിഷൻ വാസ്തവത്തിൽ പഴയ വിജ്ഞാനത്തിൻ്റെ പുതിയ വളർച്ചയ്ക്കും വികാസത്തിനും വഴിവെച്ചു എന്ന കാര്യം. ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന അൾജീബ്ര അൽഖ്വാറിസ്മിയിൽ നിന്നാണ് ഉണ്ടാകുന്നത്. ആധുനിക ചരിത്രം പറക്കുന്നതിന് മുമ്പ് തന്നെ 14-ാം നൂറ്റാണ്ടിൽ ഇബ്നു ഖൽദൂൻ അദ്ദേഹത്തിൻ്റെ മുഖദ്ദിമ പോലുള്ള കൃതികളിലൂടെ ആധുനിക ചരിത്രത്തിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ധാരാളം വിശദീകരണങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത്തരത്തിൽ ഒരറബ് മാധ്യസ്ഥത്തിലൂടെ യൂറോപ്പിലേക്ക് കൈമാറി വന്ന അരിസ്റ്റോട്ടിലും പ്ലേറ്റോയും അടക്കം, അല്ലെങ്കിൽ സോക്രട്ടീസും അടക്കമുള്ള പ്രീ സോക്രട്ടീസ് ചിന്തകൾ അടക്കമുള്ളവയെ അതിൻ്റെ ഒരു വ്യാപന ചരിത്രത്തിൽ നിന്ന് വാസ്തവത്തിൽ ഈ അറബ് മാധ്യസ്ഥത്തെ ഒഴിവാക്കുകയും യൂറോപ്പ് അതിൻ്റെ സ്വന്തം ഭൂതകാലത്തെ കളങ്കരഹിതമായി കണ്ടെടുക്കുകയും ചെയ്തു എന്ന മട്ടിലുള്ള ഒരു വ്യാഖ്യാനത്തിന് വഴിയൊരുക്കുന്നതാണ് ഈ റീബർത്ത് എന്ന സങ്കല്പം എന്ന വിമർശനം ഉയരുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ ഒരു ഭാഗത്ത് യൂറോസെൻട്രിക് ആയിട്ടുള്ള ഇതര പാരമ്പര്യങ്ങളെ തമസ്കരിക്കുന്ന ഒരു സങ്കല്പനം എന്ന വിമർശനം, രണ്ടാമതൊരു ഭാഗത്ത് വിജ്ഞാന വികാസത്തിൻ്റെ ചരിത്രത്തിലെ ചില പ്രത്യേക മാധ്യസ്ഥങ്ങളെ, പ്രത്യേകിച്ചും കുരിശുയുദ്ധത്തിന് ശേഷം ഉയർന്നു വന്ന വൈരുദ്ധ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ അറബ് മാധ്യസ്ഥമെന്ന് പറയുന്ന ഒന്നിനെ ഒഴിവാക്കുന്ന, വിജ്ഞാന ചരിത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്ന ഒരു സമീക്ഷ ഈ നവോത്ഥാന സങ്കല്പത്തിലുണ്ട് എന്ന മട്ടിലുള്ള വിമർശനങ്ങൾ വാസ്തവത്തിൽ ലോകത്ത് ഇന്ന് വലിയ തോതിൽ ഉയരുന്നുണ്ട്. മാർട്ടിൻ ബർണലിനെ പോലെയോ ജോസഫ് നീധാവിനെ പോലെയോ ഒക്കെയുള്ള ശാസ്ത്രചരിത്രകാരന്മാരും മറ്റുമൊക്കെ ഈ ആശയത്തെ പല നിലയിൽ പരിശോധിക്കുന്നുണ്ട്. നിങ്ങളുടെ ആലോചനകളിൽ അവയ്ക്ക് ഒരു പ്രാധാന്യം കൈവരേണ്ടതുണ്ട് എന്ന് മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. നമ്മുടെ സമയക്രമീകരണത്തിനകത്ത് നിന്ന് ഈ കാര്യങ്ങൾ കൂടുതൽ വിശദീകരിക്കാൻ പ്രയാസമുള്ളതുകൊണ്ട് ഞാൻ ആ ഒരു പ്രോബ്ലം നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നു എന്ന് മാത്രം. രണ്ടാമത്തേത് ഇന്ത്യയിലെ നവോത്ഥാന പ്രക്രിയയെ, കേരളത്തിലെ നവോത്ഥാന പ്രക്രിയയെ സംബന്ധിക്കുന്ന ആലോചനകളാണ്. കേരളത്തിലും ഇന്ത്യയിലും ഉണ്ടായ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യദശകങ്ങൾ മുതൽ 20-ാം നൂറ്റാണ്ടിൻ്റെ പകുതി വരെയുള്ള ഒരു നൂറ്റാണ്ടിനിടയിലുണ്ടായ നവീകരണ പ്രവർത്തനങ്ങളെ നവോത്ഥാനമെന്ന് വിളിക്കാമോ എന്ന ചോദ്യം തന്നെ വലിയ തോതിലുണ്ട്. കേരളത്തിലെയും ഇന്ത്യയിലെയും പ്രധാന ചരിത്രകാരന്മാരൊക്കെ ഈ വിഷയത്തിൽ പല വീക്ഷണഗതികളുള്ളവരാണ്. നവോത്ഥാനമെന്ന വാക്കിൻ്റെ സങ്കല്പനപരമായ അതിർത്തികൾക്കുള്ളിൽ ഈ പ്രക്രിയയെ നമുക്ക് സ്ഥാനപ്പെടുത്താൻ കഴിയില്ല എന്ന് കരുതുന്ന സുമിത് സർക്കാർ മുതൽ MGS നാരായണൻ വരെയുള്ള ഒരു കൂട്ടം ചരിത്രകാരന്മാരുണ്ട്. മറിച്ച് നവോത്ഥാനമെന്ന പദം നമ്മൾ സാമാന്യമായി ഉപയോഗിച്ചു വരുന്ന എന്നതുകൊണ്ട് ആ പദം നമുക്ക് വ്യത്യസ്തമായ അർത്ഥവിവക്ഷകളോടെ ഉപയോഗിക്കാം എന്ന് വാദിക്കുന്നവരും ഉണ്ട്. ഒരു കാര്യം ഉറപ്പാണ്, യൂറോപ്യൻ നവോത്ഥാനത്തെക്കുറിച്ച് പൊതുവെ പറയുന്ന പ്രാചീനമായ വൈജ്ഞാനിക മഹിമയുടെ വീണ്ടെടുപ്പ്, ഗ്രീക്കോ റോമൻ പാരമ്പര്യത്തിൻ്റെയും കലയുടെയും സംസ്കാരത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും ഒക്കെ വീണ്ടെടുപ്പ് എന്ന അർത്ഥത്തിൽ പഴയതിൻ്റെ വീണ്ടെടുപ്പായിട്ടല്ല ഇന്ത്യയിലെ നവോത്ഥാനം എന്ന് വിളിക്കുന്ന പ്രക്രിയ അരങ്ങേറിയത്. മറിച്ച് പഴയതിൻ്റെ നിരാകരണവും പഴയതിൻ്റെ നിരാസവും ആധുനികമായ മൂല്യങ്ങളുടെ സംസ്ഥാപനവും എന്ന നിലയിലാണ്. അതുകൊണ്ട് ഫണ്ടമെൻ്റലി യൂറോപ്യൻ നവോത്ഥാനത്തിൻ്റെ അതേ പാറ്റേണിൽ നമുക്ക് ഇന്ത്യൻ നവോത്ഥാനത്തെയോ കേരളീയ നവോത്ഥാനത്തെയോ മനസ്സിലാക്കാൻ പറ്റില്ല. ആ വാക്കുപയോഗിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് തർക്കിക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. നമ്മൾ ദീർഘകാലമായി ഉപയോഗിച്ച് വരുന്നുണ്ട്. ചുരുങ്ങിയത് ഒരു 70-80 വർഷക്കാലത്തെ ചരിത്രം ഈ നവോത്ഥാനം എന്ന പ്രയോഗത്തിന് നമ്മുടെ പശ്ചാത്തലത്തിൽ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ വാക്ക് തെറ്റായി പോയോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ അതിൻ്റെ ഉള്ളടക്കം എന്താണ് എന്ന കാര്യമാണ് പ്രധാനമായിരിക്കുന്നത്. അത് വേദകാലത്തെ, ഇപ്പോൾ ദയാനന്ദ സരസ്വതി പറഞ്ഞതല്ല ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ കാതൽ. ദയാനന്ദ സരസ്വതി അതിനെ വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ ആര്യസമാജത്തിൻ്റെ സങ്കല്പമായിട്ട് അവതരിപ്പിച്ചു.
ഭൂതകാലത്തിൽ നിന്ന് തെളിവ് സാമഗ്രികൾ കണ്ടെത്തിയ ആധുനിക മൂല്യങ്ങളോട് അതിനെ ചേർത്ത് വയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യൻ നവോത്ഥാനത്തിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറോ അതുപോലെ ബംഗാളി ഭദ്രലോകിൻ്റെ നേതൃത്വത്തിലുള്ള നവോത്ഥാന ശ്രമങ്ങളിലോ ഒക്കെ കാണാം. പക്ഷേ ഇന്ത്യയുടെ ആധുനികീകരണ പ്രക്രിയയുടെ കേന്ദ്രത്തിലുള്ളത് അത്തരത്തിൽ ഭൂതകാലത്തിൽ നിന്നൊരു മഹിമയെ കണ്ടെടുക്കുകയും അതിനെ ആധുനിക ജീവിതത്തിൻ്റെ ക്രമമാക്കി മാറ്റുകയും ചെയ്യുന്ന ഒറ്റ വഴിയൊന്നുമല്ല. അത് താരതമ്യേന ഇന്ത്യയുടെ ആധുനികീകരണത്തിലെ ചെറിയൊരു ഭാഗമായിട്ട് നമുക്ക് പ്രത്യേകിച്ചും കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിൽ അതിനെ കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് നവോത്ഥാനമെന്ന് വിളിച്ചാലും ഇല്ലെങ്കിലും ഞാൻ കരുതുന്നത് കുറെ കൂടി ശരിയായ പ്രയോഗം ആധുനികീകരണം എന്നതായിരിക്കും, മോഡേണൈസേഷൻ എന്ന് പറയുന്നതായിരിക്കും. ഈ ആധുനികീകരണത്തിന് ഭൗതികമായ ഘടകങ്ങളുണ്ട്, വൈജ്ഞാനികവും സാംസ്കാരികവുമായ ഘടകങ്ങളുണ്ട്. അവ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളും ഉണ്ട്. അങ്ങനെ ഒരു പ്രക്രിയ എന്ന നിലയ്ക്ക് ഇതിനെ കാണുകയും ആ പ്രക്രിയയിൽ ഉൾപ്പെട്ട വിവിധ ഘടകങ്ങളെ വ്യത്യസ്ത നിലകളിൽ പരിശോധിക്കുകയും അവയ്ക്കിടയിലുള്ള കൊടുക്കൽ വാങ്ങലുകൾ എന്തെന്ന് മനസ്സിലാക്കുകയുമാണ് നവോത്ഥാനം എന്ന് വിളിച്ചാലും ആധുനികീകരണം എന്ന് വിളിച്ചാലും ഈ പ്രക്രിയയെ മനസ്സിലാക്കാനുള്ള ശരിയായ വഴി എന്നാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് കേരളീയ നവോത്ഥാനം എന്ന് പറയുന്ന സമയത്ത് അത് ഇന്ത്യയുടെ ഒരു വിശാല ഘടനയിൽ നിന്ന് എങ്ങനെയൊക്കെ ബന്ധം പുലർത്തുന്നു, അതിനോട് എങ്ങനെ ബന്ധം പുലർത്തുന്നു, ഒപ്പം തന്നെ എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നു എന്നും ആലോചിക്കേണ്ടതുണ്ട്. ഇപ്പം നമ്മൾ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ നേതൃബിംബങ്ങളായി പരിഗണിക്കപ്പെടുന്ന കുറേ ആളുകളെ ശ്രദ്ധിച്ചാൽ അതിപ്പോൾ രാജാ റാംമോഹനാവാം. നിങ്ങൾ സ്ഥിരമായി പറയാറുള്ളത് രാജാ റാംമോഹൻ റായ് എന്നായിരിക്കും. രാജാ റാംമോഹനാണ് കേട്ടോ, രാജാ റാംമോഹനല്ല. നമ്മൾ രാജാ രവിവർമ്മ എന്ന് പറയുന്നത് പോലെ അദ്ദേഹത്തിൻ്റെ സ്ഥാനപ്പേരാണ് രാജ എന്നത്. റാംമോഹൻ എന്നാണ് ശരിക്കുമുള്ള പേര്. നമ്മളിപ്പോൾ മലയാളത്തിൽ ഇത് കൂട്ടി പറഞ്ഞ് രാജാ റാംമോഹൻ റായ് എന്നാണ് പറയുക. രാജാ റാംമോഹനാണ്. രാജാ റാംമോഹനാകാം, ഈശ്വരചന്ദ്ര വിദ്യാസാഗറാകാം, ദയാനന്ദ സരസ്വതി ആകാം. ഇതുപോലെയുള്ള ധാരാളം പേരുകൾ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുക വാസ്തവത്തിൽ അവരുടെ നവോത്ഥാനപരമായ ഇടപെടലുകളുടെ ഒരു കാതൽ എന്ന് പറയുന്നത് പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ മതനവീകരണപരം എന്ന് വിളിക്കാവുന്ന ഒന്നായിരുന്നു. ആധുനികമായ വിജ്ഞാനത്തോടും ആധുനികമായ മൂല്യവ്യവസ്ഥയോടും ഒത്തുപോകുന്ന നിലയിൽ ഹിന്ദു മതത്തെ നവീകരിക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് പൊതുവെ പറഞ്ഞാൽ ഒരു അഖിലേന്ത്യാ തലത്തിൽ അരങ്ങേറിയ മുഖ്യധാര നവോത്ഥാനത്തിൻ്റെ കേന്ദ്രം. ഇത് മാത്രമാണ് നവോത്ഥാനം എന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് നവോത്ഥാനത്തെ ശരിയായി മനസ്സിലാക്കാനുള്ള കുറെ കൂടി നല്ല ഒരു കൺസെപ്ച്വൽ ഫ്രെയിം ഞാൻ കരുതുന്നത് നവോത്ഥാനത്തെ ഒരു സ്പെക്ട്രം എന്ന നിലയിൽ കാണുന്നതാണ്, ഒരു വർണ്ണരാജി എന്ന നിലയിൽ കാണുന്നതാണ്. വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങൾ കൂടി കലർന്ന് ഒരു മഴവില്ല് പോലെ രൂപപ്പെട്ടു വരുന്ന ഒരു പ്രക്രിയയായിട്ട് നവോത്ഥാനത്തെ കണ്ടാൽ അതിൽ പല ഘടകങ്ങളുണ്ട് എന്ന് കാണാൻ പറ്റും. അവയിൽ ചിലതെല്ലാം തമ്മിൽ ചേരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും, ചിലതെല്ലാം തമ്മിൽ ഇടയുന്നുണ്ട് എന്നും കാണാൻ പറ്റും. ചേർച്ചകൾ മാത്രമല്ല, വൈരുദ്ധ്യങ്ങളും ധാരാളമുണ്ട്. ഈ വൈരുദ്ധ്യങ്ങളും എല്ലാം കൂടി ചേർന്നിട്ടാണ് വാസ്തവത്തിൽ നമ്മൾ ഇന്ന് നവോത്ഥാനം എന്ന് വിളിക്കുന്ന ഒരു പ്രവണത രൂപപ്പെട്ടത്. ഇപ്പോൾ കേരളത്തിൻ്റെ കോണ്ടെക്സ്റ്റിലേക്ക് വന്നാൽ ഈ വർണ്ണരാജിയിൽ എന്തെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഒരുപക്ഷെ നമ്മൾ ആലോചിക്കേണ്ട വിപുലമായ ഒരു ഘടകം, ഒരു കാര്യം. ഞാൻ കരുതുന്നത് ഈ വർണ്ണരാജിയുടെ ഒരറ്റത്ത് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ മതനവീകരണം എന്ന ഒരു പ്രവണതയെ പ്രതിഷ്ഠിക്കാമെങ്കിൽ മറ്റേ അറ്റത്ത് സംശയരഹിതമായും ജാതി നശീകരണം എന്ന പ്രവണതയാണ് ഉള്ളത്. ഇതിൽ അഖിലേന്ത്യാ തലത്തിലുള്ള മുഖ്യധാരാ നവോത്ഥാനത്തിൽ നിന്ന് കേരളീയ നവോത്ഥാനത്തെ വ്യത്യസ്തമാക്കിയ അടിസ്ഥാന ഘടകം മതനവീകരണം എന്ന് വിളിക്കാവുന്ന ശ്രമങ്ങൾക്ക് താരതമ്യേന പരിമിതമായ സ്വാധീനവും ഇടവുമാണ് കേരളീയ നവോത്ഥാനത്തിലുള്ളത്. മറിച്ച് ജാതി നശീകരണം എന്ന് പറയുന്നത് കേരളീയ നവോത്ഥാനത്തിലെ വളരെ സുപ്രധാനമായ അടിസ്ഥാനങ്ങളിലൊന്നായിട്ട് മാറുകയും ചെയ്തു. ഇന്നും കേരളം വാസ്തവത്തിൽ ഇന്ത്യയിൽ മെച്ചപ്പെട്ട ഒരു സാമൂഹ്യ സാംസ്കാരിക മൂല്യമുള്ള സമൂഹമായി നിലനിൽക്കുന്നതിൻ്റെ കാരണം
19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭദശ മുതൽ ജാതിവിരുദ്ധമായ സമരങ്ങളിലൂടെ രൂപപ്പെട്ടു വന്ന ആധുനിക ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളാണ് എന്നാണ് ഞാൻ കരുതുന്നത്. മതനവീകരണപരമായ ശ്രമങ്ങൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടുണ്ട്. ആഗമാനന്ദ സ്വാമികളെ പോലെയോ അല്ലെങ്കിൽ ആ നിലയിൽ ചുരുക്കം പേര്, ചിലപ്പോൾ ചട്ടമ്പി സ്വാമികളെ പോലെയോ ഒക്കെയുള്ള ആളുകൾ ഒരു മതനവീകരണ യുക്തിയെ നമ്മുടെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരാൻ കുറച്ചൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രത്തിൽ മതനവീകരണം, ഹിന്ദു മതനവീകരണം അത്ര സുപ്രധാനമായ ഒരു സ്വാധീന ഘടകം ആയിട്ടില്ല. അതേസമയം ജാതി നശീകരണം എന്ന് പറയുന്നതാകട്ടെ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒന്നാം പകുതി മുതൽ തന്നെ കേരളത്തിലെ ആധുനികീകരണ പ്രക്രിയയുടെ കേന്ദ്രത്തിലേക്ക് കടന്നു വന്നു. പൊതുവെ നമ്മൾ കരുതിപ്പോരുന്നത് പോലെ അത് ആരംഭിക്കുന്നത് അരിപ്പുറം പ്രതിഷ്ഠയിലോ അതുമായി ബന്ധപ്പെട്ട ഗുരുവിൻ്റെ ഇടപെടലുകളിലോ മാത്രമല്ല, അതിനൊക്കെ വളരെ മുമ്പ് തന്നെ ജാതിക്കെതിരായ ഒരു സാമൂഹ്യ അവബോധ രൂപീകരണത്തിൻ്റെ പല അടയാളങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അതിലേറ്റവും സുപ്രധാന ഘടകമായി കാണേണ്ടത് ഞാൻ കരുതുന്നത് ചാന്നാർ ലഹളയാണ്. 19-ാം നൂറ്റാണ്ടിൽ മാറുമറയ്ക്കാനുള്ള അവകാശത്തിന് വേണ്ടി ചാന്നാർ സ്ത്രീകൾ നടത്തിയ സമരം വാസ്തവത്തിൽ കേരളത്തിൽ ജാതിക്കെതിരായ സമരങ്ങളുടെയും കേരളത്തിൻ്റെ ആധുനികീകരണത്തിൻ്റെയും കേന്ദ്രങ്ങളിലൊന്നാണ്. കേരളത്തിലെ ജാതിവിരുദ്ധ സമരങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം, അതിൽ സുപ്രധാനമായ ഒരു കേന്ദ്രസ്ഥാനം ശരീരത്തിനുണ്ട് എന്നതാണ്. ശരീരനിഷ്ഠമായ സമരങ്ങൾ വലിയ തോതിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ ജാതി ഒന്നാണ് എന്ന് പറയാനായിട്ട് ഗുരു ആശ്രയിക്കുന്ന തത്വം തന്നെ ശരീരമാണ്. മനുഷ്യാണാം മനുഷ്യത്വം ജാതിർഗോത്രം ഗവാം യഥ. പശുവിന് പശുത്വം പോലെ മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്ന് പറഞ്ഞ് ജാതിയെ ശരീരനിഷ്ഠമാക്കി മാറ്റുക. ആ ശരീരത്തിൻ്റെ ഏകതയിൽ നിന്ന് ജാതിയുടെ ഏകത എന്ന സങ്കല്പത്തെ ഉയർത്തിക്കൊണ്ടുവരിക. ഇങ്ങനെ ശരീരം വളരെ പ്രധാനപ്പെട്ട ഒരു സങ്കല്പനോപാധിയായി നമ്മുടെ നവോത്ഥാനത്തിൽ കാണാം. ചാന്നാർ ലഹളയുടെ കേന്ദ്രത്തിലുള്ളതും ഈ പ്രശ്നമാണ്. അവരവരുടെ ശരീരത്തിലുള്ള അധികാരം സ്ഥാപിക്കുക, ശാരീരികമായൊരു സ്വാധികാരം, അത് മാറുമറച്ചുകൊണ്ടും കല്ലമാല ധരിക്കില്ല എന്ന് പറഞ്ഞിട്ടും അയിത്തം പാലിക്കില്ല എന്ന് പറഞ്ഞിട്ടും ഒക്കെയുള്ള ഈ ശരീരത്തെ, ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മതത്തെപ്പോലെ അമൂർത്തമായ ഒരു ആശയമോ മൂല്യവ്യവസ്ഥയോ അല്ല ജാതി. ജാതി എന്താണെന്ന് ചോദിച്ചാൽ മൂർത്തമായ ശരീരമാണ് ജാതി. എവിടെയാണ് ജാതി വസിക്കുന്നത്? അത് ശരീരത്തിലാണ്. തൊട്ടുകൂടാത്തവർ, തീണ്ടിക്കൂടാത്തവർ, ദൃഷ്ടിയിൽപ്പെട്ടാൽ ദോഷമുള്ളവർ എന്നിങ്ങനെ മൂർത്തമായ ഒരു ശാരീരിക അനുഭവത്തിലാണ് ജാതി നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ജാതിക്കെതിരായ സമരത്തിൻ്റെ കേന്ദ്രം രണ്ട് കാര്യങ്ങളാണ്. രണ്ടും ശാരീരികമാണ്. ഒന്ന് പൊതുവായി ഭക്ഷണം കഴിക്കലാണ്, രണ്ട് പൊതുവായ വിവാഹങ്ങളാണ്. ഈ രണ്ടിലൂടെയുമാണ് ജാതിയെ ചെറുക്കാൻ പറ്റുക എന്ന് ഗുരു അടക്കമുള്ള ആദ്യകാലത്തെ നവോത്ഥാന നായകരൊക്കെ സൂചിപ്പിക്കുന്നതിൻ്റെ കാരണം ഈ ശരീരത്തിലാണ് ജാതി എന്നതുകൊണ്ട് ശരീരനിഷ്ഠമായി അതിനെ ചെറുക്കണം. അതുകൊണ്ട് പുണർന്നു പെറുന്നതെല്ലാം ഒരിനമാം എന്ന് ഗുരു ഒരിക്കൽ പറയും. തമ്മിൽ ഇണചേർന്ന് അടുത്ത തലമുറയ്ക്ക് ജന്മം നൽകുന്നതെന്തോ അതൊരു ജാതി. അതാണ് പശു ഒരു ജാതിയായിത്തീരുന്നത്, അതാണ് മനുഷ്യനൊരു ജാതിയായിത്തീരുന്നത്. ഇങ്ങനെ ശാരീരികത എന്നതിനെ ജാതിതത്വത്തിൻ്റെ കേന്ദ്രമായി കാണുകയും അതിലൂടെ നിലനിൽക്കുന്ന ജാതിബന്ധങ്ങൾക്കെതിരെയുള്ളൊരു വിമർശന മൂല്യത്തെ ഉയർത്തുകയും ചെയ്യുന്നതിൻ്റെ ആദ്യത്തെ പടവ് വാസ്തവത്തിൽ ചാന്നാർ ലഹളയിലൂടെ ഉയർന്നു വന്ന ശരീരത്തിൻ്റെ സ്വാധികാരത്തിന് വേണ്ടിയുള്ള ഒരു സമരമാണ്. ആ സമരം പിന്നെ പല രൂപത്തിൽ തുടരുന്നുണ്ട്. കീഴാള നവോത്ഥാന പ്രസ്ഥാനങ്ങളെന്ന് നമ്മൾ വിളിക്കുന്ന പലതരം പ്രസ്ഥാനങ്ങളിലൂടെ അയ്യങ്കാളിയാകാം, പൊയ്കയിലപ്പച്ചനാവാം, പണ്ഡിറ്റ് കെ പി വള്ളോനാവാം, കെ പി കറുപ്പനാവാം, ഇവരിലൂടെയൊക്കെ ജാതിവിരുദ്ധമായ സമരങ്ങളെ പല നിലകളിൽ ഉയർത്തിക്കൊണ്ടുവരുന്ന നിരവധിയായ പ്രവണതകൾ 19-ാം നൂറ്റാണ്ടിൻ്റെ ഒടുവിലും 20-ാം നൂറ്റാണ്ടിലും കേരളത്തിൽ ശക്തിപ്പെട്ടു വരികയും ആധുനിക മനുഷ്യനെ ജാതി ശരീരത്തിൽ നിന്ന് പൗരശരീരത്തിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളുടെ കേന്ദ്രമായി അത് മാറുകയും ചെയ്തു. എന്താണൊരു ആധുനിക സമൂഹം ഇന്ത്യയെ സംബന്ധിച്ച്? ജാതി ശരീരത്തിൽ നിന്ന് പൗരശരീരത്തിലേക്കുള്ള സ്ഥാനാന്തരണമാണ്. കാരണം വ്യക്തിയുടെ ശരീരം
എല്ലാ വ്യക്തികളുടെയും ശരീരം മനുഷ്യ ശരീരമാണ് എന്ന് സങ്കല്പിക്കാവുന്ന ഒരിടവും കേരളത്തിലുണ്ടായിട്ടില്ല. ജാതി ശരീരങ്ങളായിരുന്നു. ഈ ജാതി ശരീരങ്ങൾക്കെതിരെയുള്ള നീക്കം വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ സുപ്രധാനമായ ഒരു തലമാണ്. അങ്ങനെ നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്പെക്ട്രത്തിൻ്റെ രണ്ടറ്റങ്ങൾ എടുത്താൽ, ഒരറ്റത്ത് നിങ്ങൾക്ക് മതനവീകരണപരമായ ഒരു പരിശ്രമമാണ് കാണാവുന്നതെങ്കിൽ ഇങ്ങേയറ്റത്ത് ജാതി നശീകരണപരമായ ശ്രമങ്ങളാണ് കാണാൻ പറ്റുന്നത്. ഇവ രണ്ടും പരസ്പരം കോംപ്ലിമെൻ്ററി ആണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്, അങ്ങേയറ്റം കോൺട്രഡിക്ടറി ആണ് എന്ന് കരുതിയ ആളുകളുണ്ട്. ഇപ്പോൾ ഗാന്ധിയും അംബേദ്കറും തമ്മിലുള്ള തർക്കത്തിൻ്റെ കേന്ദ്രം ഇതായിരുന്നു. ഗാന്ധി കരുതിയത് ജാതി എന്നത് ഹിന്ദുമതത്തിനകത്ത് വെച്ച് പരിഹരിക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളിലൊന്നാണ്. ഹിന്ദുമതത്തിലെ ചില അനാചാരങ്ങളാണ് അയിത്തവും ജാതിയുടെ ചില ആചാരങ്ങളും, അത് മതപരമായി പരിഹരിക്കാവുന്ന ഒരു കാര്യമാണ്. അംബേദ്കർ കരുതിയത് ഹിന്ദു മതം എന്നാൽ ജാതിയാണ്, ജാതി പോയാൽ പിന്നെ മതമില്ല എന്നാണ്. സഹോദരൻ അയ്യപ്പനതിനെക്കുറിച്ച് പറയുന്ന ഒരു വാക്യം, ജാതിയില്ലാത്ത ഹിന്ദുമതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപ്പില്ലാത്ത കടൽവെള്ളം എന്ന് കരുതുന്നത് പോലെയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ ജാതിയും മതവും തമ്മിലുള്ള ബന്ധം എന്താണ് എന്നത് വാസ്തവത്തിൽ വലിയൊരു തർക്ക വിഷയമാണ്. ഗാന്ധി മതത്തിനുള്ളിൽ വെച്ച് പരിഹരിക്കാവുന്ന ഒരു പോരായ്മയായിട്ട് ജാതീയമായ വിവേചനങ്ങളെ കണ്ടെങ്കിൽ, ജാതിക്ക് മുകളിൽ കെട്ടിപ്പടുക്കപ്പെട്ട ഒരു സംവിധാനമായിട്ടാണ് മതത്തെ അംബേദ്കർ കണ്ടത്. അതുകൊണ്ട് അനിഹിലേഷൻ ഓഫ് ദ കാസ്റ്റ് എന്ന് പറയുന്നത് അവിടെ അവസാനിക്കില്ലെന്നും അത് മതത്തെ ഇല്ലാതാക്കുന്നത് വഴിയേ സാധ്യമാകൂ എന്നും കരുതുന്നത് കൊണ്ടാണ് ഹിന്ദുവായി ജനിച്ചെങ്കിലും താൻ ഹിന്ദുവായി മരിക്കില്ല എന്ന് അദ്ദേഹം പറയുകയും 1956 മരണത്തിന് മുമ്പ് ഒക്ടോബറിൽ അദ്ദേഹം ബുദ്ധമതത്തിലേക്ക് പരിവർത്തനപ്പെടുകയും ചെയ്തത്. ഇത് ഇന്ത്യൻ നവോത്ഥാനത്തിലെ വലിയൊരു കോൺഫ്ലിക്റ്റാണ്. ഇത് ഏത് വഴിയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത്? ഞാൻ അതുകൊണ്ട് പറഞ്ഞത് തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് തർക്കരഹിതമായ ഒരു മണ്ഡലമായിട്ടൊന്നും നമ്മൾ ഇതിനെ കാണാനായിട്ട് പാടില്ല. ഈ രണ്ട് ശ്രമങ്ങൾക്കും ഇടയിൽ ധാരാളം വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളുമൊക്കെ ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. മൂന്നാമത് ഒരു ഘടകം നോക്കിയാൽ, ഈ ജാതി നശീകരണം, മതനവീകരണം, ഇതിൻ്റെ രണ്ടിൻ്റെയും കേന്ദ്രമായി തീർന്നത് ആരാണ്? അല്ലെങ്കിൽ ഈ പ്രക്രിയകളുടെ നേതൃത്വം കേരളത്തിൽ ഏറ്റെടുത്തത് ആരാണെന്ന് ചോദിച്ചാൽ, 19-ാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം ദശകത്തോടെ രണ്ടാം പകുതിയിൽ കേരളത്തിൽ ഉയർന്നു വന്ന, ഇന്ത്യയിലെമ്പാടും ഉയർന്നു വന്ന ഒരു പുതിയ മധ്യവർഗ വിഭാഗമുണ്ട്. പ്രത്യേകിച്ചും തോട്ടം കൃഷിയിലൂടെയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിലൂടെയും ഒക്കെ ഒരു പുതിയ പദവി കൈവരിച്ച സാമൂഹ്യവർഗം കേരളത്തിൽ വികസിച്ചു വരുന്നു. പഴയ ധാന്യ കേന്ദ്രിതമായ കൃഷിയിൽ നിന്ന് നാണ്യകേന്ദ്രിതമായ കൃഷിയിലേക്കുള്ള കേരളത്തിൻ്റെ മാറ്റം 19-ാം നൂറ്റാണ്ടിൽ നടക്കുകയും അത് ഒരു പുതിയ സാമ്പത്തിക മധ്യവർഗത്തെ രൂപപ്പെടുത്തുകയും, എന്നാൽ ഈ സാമ്പത്തിക മധ്യവർഗത്തിന് സാമൂഹ്യ അധികാരങ്ങൾ വളരെ കുറഞ്ഞ നിലയിൽ അവശേഷിക്കുകയും ചെയ്തു. ഇതൊരു വൈരുദ്ധ്യമാണ്. കേരളത്തിൽ ആദ്യത്തെ കാറുണ്ടായിരുന്ന ആളുകളിൽ ഒരാൾ ഈഴവ സമുദായക്കാരനായിരുന്നു. അദ്ദേഹത്തെക്കുറിച്ചൊരു കഥയുള്ളത്, അദ്ദേഹത്തിന് കാറുണ്ട്. അപ്പോൾ അദ്ദേഹവും കാറും പോകുന്ന സമയത്ത് പല സ്ഥലങ്ങളിലെത്തുമ്പോൾ മൂപ്പരിറങ്ങി നടക്കണം, കാരണം അവിടെ കൈത്തുണ്ട്. ഈ കാറ് ഡ്രൈവർ നായരാ, അപ്പോൾ കാറും ഡ്രൈവറും പോകും, ഉടമ ഇറങ്ങിയിട്ട് വേറെ വഴി കൂടി നടക്കണം, കാരണം മൂപ്പർക്ക് അയിത്തുണ്ട്. ഇപ്പോൾ കേരളത്തിൽ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, നമ്മുടെ ആദ്യത്തെ MBBS ബിരുദം നേടിയ ആൾ ഡോക്ടർ പൽപ്പുവാണ്. പൽപ്പു മൈസൂരിൽ പോയിട്ട് കേരളത്തിലെ അധകൃത ജാതികളെന്ന് അക്കാലത്ത് പരിഗണിക്കപ്പെട്ടിരുന്ന ഈഴവ സമുദായത്തിൽ നിന്നാണ് പൽപ്പു ഡോക്ടറായിത്തീരുന്നത്. പൽപ്പുവിന് ഡോക്ടറാകാൻ പറ്റും, പക്ഷേ തിരുവാങ്കൂറിൽ ജോലി ചെയ്യാൻ പറ്റില്ല. കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാഹ്മണ ജാതി ശ്രേണിയിൽ ഉയർന്ന തട്ടിലുള്ള നായന്മാരിൽ നിന്നോ നമ്പൂതിരിമാരിൽ നിന്നോ അല്ല ഡോക്ടർ ഉണ്ടാകുന്നത്, പൽപ്പുവാണ് ഡോക്ടറായിത്തീരുന്നത്. പക്ഷേ പൽപ്പുവിന് കേരളത്തിൽ ജോലി ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത്, 19-ാം നൂറ്റാണ്ടിൽ സോഷ്യൽ സ്ട്രക്ചറിലുണ്ടായൊരു മാറ്റം തോട്ടം കൃഷിയെ കേന്ദ്രീകരിച്ചുകൊണ്ടും ചെറുകിട വ്യവസായങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടും തുറമുഖ വാണിജ്യത്തെ കേന്ദ്രീകരിച്ചുകൊണ്ടുമൊക്കെ ഒരു പുതിയ മധ്യവർഗം കേരളത്തിൽ ഉയർന്നു വരികയും അവർക്ക് സാമ്പത്തിക അധികാരം താരതമ്യേന വരികയും പക്ഷേ സാമൂഹ്യ അധികാരം ഇല്ലാതിരിക്കുകയും ചെയ്യുന്നു. ഈ കോൺഫ്ലിക്റ്റ് എങ്ങനെ പരിഹരിക്കാം എന്നത് പ്രധാനപ്പെട്ട ഒരു ശ്രമമായി മാറുകയും ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ജാതി നശീകരണപരമായ ശ്രമങ്ങൾ ഒരു ഭാഗത്തും മതനവീകരണപരമായ ശ്രമങ്ങൾ മറുഭാഗത്തും
ഒക്കെ ഏറ്റെടുക്കുന്ന ഒരു മധ്യവർഗം കേരളത്തിൽ പ്രബലമായിത്തീരുന്നത്. വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനത്തിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട ഒരു സാമൂഹിക ശക്തിയായിത്തീർന്നത് ഈ മധ്യവർഗ വിഭാഗങ്ങളാണ്. ഒരുപക്ഷെ പിന്നീട് നാം തിരിഞ്ഞു നോക്കുമ്പോൾ കേരളീയ നവോത്ഥാനത്തിൻ്റെ ചില ആഭ്യന്തരമായ പരാധീനതകൾക്ക് കാരണവും മധ്യവർഗപരമായ ഈ ഉള്ളടക്കം ആണ് എന്ന് ഇപ്പം തിരിഞ്ഞു നോക്കിയാൽ കാണാനായിട്ടും കഴിയും. നാലാമത്തെ ഒരു ഘടകം സംശയരഹിതമായിട്ടും കോളനി ഭരണമാണ്. ബ്രിട്ടീഷ് ഭരണം അതൊരു വൈരുദ്ധ്യമാണ്. കാരണം കോളനി ഭരണം എന്ന് പറയുന്നത് ഇന്ത്യയെ കൊള്ളയടിച്ച ഒരു സംവിധാനമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ അങ്ങനെ ആയിരിക്കെ തന്നെ അത് നമ്മുടെ നവോത്ഥാനത്തിനകത്ത് പരോക്ഷമായ വലിയൊരു സ്വാധീന ഘടകമായി തീർന്നു. അതിപ്പോൾ അതിനെ വിശദീകരിക്കാൻ ഏറ്റവും നല്ലത് ഗുരുവിൻ്റെ തന്നെ ഒരു പ്രസ്താവനയാണ്. ഒന്നാം ലോക യുദ്ധകാലത്ത് ഗുരു ശിഷ്യന്മാരിൽ ഒരാളോട് സംഭാഷണ മധ്യേ പറയും, ബ്രിട്ടീഷുകാർ ജയിക്കാനായിട്ട് നമ്മളൊക്കെ പ്രാർത്ഥിക്കണം എന്ന് പറയും. അപ്പം ശിഷ്യൻ ഗുരുവിനോട് ചോദിക്കും, അതെന്തിനാണ് നമ്മളെ അടക്കി ഭരിക്കുന്ന ഒരു വിദേശ ശക്തി ജയിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞ മറുപടി, നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ എന്ന്. ഇത് പ്രധാനപ്പെട്ട ഉത്തരവാണ്. കാരണം സന്യാസം എന്നത് കേരളത്തിലും ഇന്ത്യയിലും ഒരു അധകൃതന് സാധ്യമായി തീർന്നത് ലളിതമായി പറഞ്ഞാൽ CRPC നിലവിൽ വന്നതുകൊണ്ടാണ്. ക്രിമിനൽ പ്രൊസീജിയർ കോഡ്. എല്ലാവർക്കും ഒരു നിയമവും എല്ലാവർക്കും ഒരു ശിക്ഷയും എല്ലാവർക്കും ഒരു തെളിവ് സമ്പ്രദായങ്ങളും ഒക്കെ നിലവിൽ വന്നില്ലെങ്കിൽ ജാതിയിൽ താണവനായിട്ടുള്ള നാരായണ ഗുരുവിന് ബ്രാഹ്മണ്യം സന്യാസം നൽകുമായിരുന്നില്ല. ഇത്രയൊന്നും ഗുരു വിശദീകരിച്ചിട്ടില്ല. ആകെ ഒരു വാക്യം പറഞ്ഞിട്ടുള്ളൂ, നമുക്ക് സന്യാസം തന്നത് അവരാണല്ലോ. ഇതവിടെ മാത്രമല്ല, പൊതുവിദ്യാലയങ്ങൾ വരുന്നു, പൊതു നിയമങ്ങൾ വരുന്നു, പൊതുവായ തെളിവ് നിയമ രീതികൾ വരുന്നു, പൊതുവായ കോടതി വിചാരണകൾ വരുന്നു, പൊതുവായ തൊഴിൽ മേഖലകൾ വരുന്നു. ഇതെല്ലാം പൊതുവെ പറഞ്ഞാൽ കോളനി ഭരണത്തിൻ്റെ അനന്തരഫലങ്ങൾ എന്ന നിലയ്ക്ക് വരികയും നിലനിന്നിരുന്ന ജാതിബന്ധിതമായ അറിവിനെയും സാമൂഹ്യ ഘടനയെയും ഒലയ്ക്കുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. ഇപ്പോൾ പൊതുവിദ്യാഭ്യാസം വന്നു. പൊതുവിദ്യാഭ്യാസം വന്നപ്പോൾ അക്കാലം വരെ ജാതിശ്രേണികൾക്കനുസരിച്ചുണ്ടായിരുന്ന വിദ്യാഭ്യാസത്തിൻ്റെ കെട്ടുപൊട്ടി. പൊതു നിയമം വരുന്നു. ബ്രാഹ്മണന് ഒരു തെളിവ് നിയമം, ക്ഷത്രിയന് വേറൊന്ന്, ശൂദ്രന് വേറൊന്ന്, ചണ്ടാളരെന്ന് വിളിക്കപ്പെട്ടവർക്ക് വേറൊന്ന് എന്നിങ്ങനെ ജാതിവർണ്ണബന്ധിതമായ തെളിവ് നിയമങ്ങൾക്ക് പകരം പൊതു തെളിവ് നിയമം 19-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ വന്നു. പൊതു വഴികൾ രൂപപ്പെട്ടു, പൊതുവിദ്യാലയങ്ങളുണ്ടായി. ഇതൊക്കെ എല്ലാവർക്കും പ്രാപ്യമായി എന്നല്ല കേട്ടോ ഞാൻ പറയണത്. പക്ഷെ ഇങ്ങനെ ഒന്ന് വന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെ കോളനി ഭരണം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് ജാതിവിരുദ്ധമായ മുന്നേറ്റങ്ങൾക്ക് തുണ നൽകുന്ന മട്ടിലുള്ള ഒരു സമ്മർദ്ദ ശക്തിയായി തീർന്നു. ബ്രിട്ടീഷ് ഭരണാധികാരികൾ സഹജമായി ജാതിവിരുദ്ധമായ മുന്നേറ്റങ്ങളെ പിന്തുണച്ചു എന്ന അതിവാദം ഞാൻ ഉന്നയിക്കുകയല്ല. അങ്ങനെ ഉന്നയിക്കുന്ന ചില ആളുകളുണ്ട്, ഞാനതിനോട് യോജിക്കുന്നില്ല എന്ന് പറയാൻ കാരണം, ജാതിബന്ധങ്ങളുടെ സാമൂഹ്യ അടിസ്ഥാനമായി നിലനിന്ന മധ്യകാലത്തും ആധുനികതയുടെ ആരംഭഘട്ടത്തിലും നിലനിന്നിരുന്നത് ജന്മിവാഴ്ചയാണ്, ഭൂപ്രഭുത്വമാണ്. ആ ജന്മിവാഴ്ചയെയോ ഭൂപ്രഭുത്വത്തെയോ ഏതെങ്കിലും നിലയിൽ അസ്ഥിരപ്പെടുത്താനുള്ള ഒരു ശ്രമവും ബ്രിട്ടീഷ് ഭരണകൂടം നടത്തിയിട്ടുമില്ല. അപ്പം മലബാർ കലാപം എന്ന് വിളിക്കപ്പെടുന്നതിൻ്റെ പിന്നിലെ പ്രേരണകൾ എന്തായിരുന്നു എന്നാലോചിച്ചു പോയ ആദ്യത്തെ പ്രധാനപ്പെട്ട ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനായിരുന്ന വില്യം ലോഗൻ, അദ്ദേഹം അതേക്കുറിച്ച് ചൂണ്ടിക്കാണിച്ചൊരു കാര്യം, ഇത് മാപ്പിളമാരുടെ മതഭ്രാന്തൊന്നുമല്ല, മറിച്ച് നിങ്ങൾ കരുതുന്നത് പോലെ മാപ്പിളമാർക്കാകെ മതഭ്രാന്താണെന്ന് പറഞ്ഞു തുടങ്ങിയത് അടുത്ത കാലത്തൊന്നുമല്ല കേട്ടോ, വളരെ മുമ്പേ തുടങ്ങിയ സൂക്കേടാണ്. അതിനി ഒരുപാട് കാലം നിലനിൽക്കും. മതഭ്രാന്തല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. മറിച്ച് നിലനിന്ന ഭൂനിയമത്തിനകത്ത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന മാറ്റമാണ്. എന്താ മാറ്റം വന്നത്? ഭൂമി ജന്മിമാരുടെ ഔപചാരിക ഉടമസ്ഥതയിലാണ് എന്നിരിക്കെ തന്നെ ആ ഭൂമിയിലെ കൃഷി ചെയ്യാനും അതിൽ നിന്ന് തങ്ങളുടേതായ വിഹിതം ആദായമായി സ്വീകരിക്കാനുമുള്ള പരമ്പരാഗത അവകാശം കുടിയാന്മാർക്കുണ്ടായിരുന്നു. ബ്രിട്ടീഷുകാർ ടിപ്പു സുൽത്താനെ കീഴടക്കിയതിന് ശേഷം മലബാർ ഏറ്റെടുത്ത് മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായി തീർന്നതോടെ ബ്രിട്ടീഷ് മലബാറിൽ അവർ നടത്തിയ ഭൂനിയമത്തിൽ വരുത്തിയ മാറ്റം യൂറോപ്പിലെ ഭൂനിയമങ്ങൾക്ക്, യൂറോപ്പിലെ സമ്പ്രദായങ്ങൾക്ക് തുല്യമായ രീതിയിൽ ഭൂമിയുടെ മേലുള്ള സമ്പൂർണമായ ഉടമാവകാശം ജന്മികൾക്കും ഭൂപ്രഭുക്കന്മാർക്കുമാണ് എന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് തീരുമാനിച്ചു.
ഇങ്ങനെ തീരുമാനിച്ചതോടെ കുടിയാന്മാർക്ക് പരമ്പരാഗതമായി ഭൂമിയിലുണ്ടായിരുന്ന അവകാശാധികാരങ്ങൾ ഇല്ലാതാവുകയും ഏത് കുടിയാനെയും എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിക്കാനും ഒരു കുടിയാനിൽ നിന്ന് മറ്റൊരാൾക്ക് ഈ കൃഷി അപ്പാടെ തന്നെ മേൽച്ചാർത്ത് വഴി കൈമാറാനും ഒക്കെയുള്ള അധികാരം ജന്മിമാർക്ക് കിട്ടി. ഇങ്ങനെ കുടിയാന്മാരെ സമ്പൂർണമായ അരക്ഷിതത്വത്തിലേക്ക് തള്ളിവിട്ടുകൊണ്ട് ജന്മിമാരുടെ ഭൂമിക്ക് മുകളിൽ ഉടമാവകാശത്തെ നിയമപരമായി ദൃഢീകരിച്ചുകൊണ്ട് ജന്മിത്വത്തെ ശക്തിപ്പെടുത്തുകയും തങ്ങൾക്ക് ചുങ്കം പിരിച്ചു നൽകുന്ന ഇടനിലപ്പണിക്കാരെന്ന നിലയ്ക്ക് അവരെ കൂടുതൽ സംരക്ഷിക്കുകയുമാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനകത്തൊരു ഡയലക്റ്റിക് ഉണ്ട്, ഒരു വൈരുദ്ധ്യമുണ്ട്. ഒരു ഭാഗത്ത് വിദ്യാഭ്യാസം, പുതിയ തൊഴിൽ, പുതിയ നിയമങ്ങൾ, പുതിയ സാമൂഹിക മൂല്യങ്ങൾ ഇതൊക്കെ ശക്തിപ്പെടുത്തുക, മറുഭാഗത്ത് പരമ്പരാഗതമായ സാമൂഹ്യ ഘടനയെയും അതിൻ്റെ മൂല്യവ്യവസ്ഥയെയും കൂടുതൽ ദൃഢീകരിക്കാൻ ശ്രമിക്കുക. ഈ വൈരുദ്ധ്യം ബ്രിട്ടീഷ് ഭരണകൂടത്തിനകത്തുണ്ട്. പക്ഷേ അതുള്ളപ്പോൾ തന്നെ ഞാൻ ഈ നേരത്തെ പറഞ്ഞ ജാതി ബന്ധങ്ങൾക്കെതിരെയുള്ള സാമൂഹ്യ സമ്മർദ്ദങ്ങളെ പിന്തുണയ്ക്കാൻ പോന്ന മട്ടിൽ ബ്രിട്ടീഷ് ഭരണകൂടം നമ്മുടെ കോളനി ഭരണത്തിനകത്ത് ധാരാളം ഇടങ്ങളുണ്ടായിരുന്നു. ആ ഇടങ്ങൾ കേരളീയ നവോത്ഥാനത്തെ പരോക്ഷമായി സ്വാധീനിച്ച സുപ്രധാനമായ ഘടകങ്ങളിൽ ഒന്നാണ്. അഞ്ചാമത്തെ ഒരു ഘടകം നിശ്ചയമായിട്ടും 19-ാം നൂറ്റാണ്ട് മുതൽ കേരളത്തിൽ വലിയ തോതിൽ പ്രാബല്യത്തിൽ വന്ന മിഷണറി പ്രവർത്തനങ്ങളാണ്. പലതരത്തിലുള്ള കൂട്ടായ്മകൾ വരുന്നു. LMS ലണ്ടൻ മിഷൻ സൊസൈറ്റി വരുന്നു, ചർച്ച് മിഷൻ സൊസൈറ്റി വരുന്നു, ബാസൽ മിഷൻ വരുന്നു. ഇവരെല്ലാം തന്നെ പൊതുവിദ്യാലയങ്ങൾ സ്ഥാപിക്കാനും വിദ്യാഭ്യാസ വ്യാപനത്തിന് ശ്രമിക്കാനും പൊതുസമൂഹ രൂപീകരണത്തെ ശക്തിപ്പെടുത്താൻ പോന്ന മട്ടിലുള്ള നിരവധിയായ പരിശ്രമങ്ങളിൽ, സംരംഭങ്ങളിൽ ഏർപ്പെടാനും തയ്യാറാകുന്നത് ഈ ഘട്ടത്തിലാണ്. കോളനി ഭരണത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ തന്നെ ജാതിവിരുദ്ധമായ സാമൂഹിക നവീകരണത്തിന് അകമേ ഇടം കൊടുക്കുന്ന വലിയ ഒരു പ്രവർത്തനമായിട്ട് ഇത് മാറിത്തീരുകയും ഇപ്പം നമ്മുടെ ആദ്യകാല നോവലുകളിലൊന്നായ സരസ്വതി വിജയം, പൊത്തേരി കുഞ്ചമ്പു ഈ സരസ്വതി വിജയത്തിൽ നവീകരണത്തിൻ്റെ കേന്ദ്രമായി കാണുന്നത് വിദ്യാഭ്യാസത്തെയാണ്. ആ വിദ്യാഭ്യാസം പൊത്തേരി കുഞ്ഞമ്പുവിൻ്റെ നായകന് കൈവരുന്നത് ഈ മിഷണറി വിദ്യാഭ്യാസത്തിൻ്റെ പശ്ചാത്തലത്തിലാണ്. ഇങ്ങനെ പ്രത്യക്ഷമായൊരു സമരമുഖം തുറന്നുകൊണ്ടല്ലെങ്കിലും ജാതിക്കെതിരെ ചാന്നാർ ലഹള പോലെയോ അല്ലെങ്കിൽ ചെറുതും വലുതുമായ ഇപ്പോൾ ആറാട്ടുപുഴ വേലായുധ പണിക്കർ നടത്തിയതുപോലെയോ ഉള്ള സമരങ്ങളൊന്നുമല്ല നടന്നതെങ്കിലും അടിസ്ഥാനപരമായി ജാതിബന്ധങ്ങളുടെ ബലത്തെ ശിഥിലീകരിക്കാൻ പോന്ന ഒരു സാമൂഹിക ഇടം മിഷണറി പ്രവർത്തനങ്ങളിലൂടെ പല നിലകളിൽ രൂപപ്പെട്ടു വന്നു എന്നത് നമുക്ക് കാണാൻ പറ്റും. അതൊരു ഭാഗത്ത് പൊതുവിദ്യാലയങ്ങളുടെ രൂപപ്പെടൽ വഴിയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് അതിനെ ശക്തിപ്പെടുത്തുന്ന ഒരു ഘടകം ഉണ്ടായിരുന്നത് അച്ചടിയുടെയും വിജ്ഞാന വ്യവസ്ഥയുടെയും ഒരു നവീകരണം എന്ന നിലയ്ക്കും ആണ്. ഇപ്പോൾ മലയാളത്തിൻ്റെ ആധുനികമായൊരു ഗദ്യ മാതൃക രൂപപ്പെട്ടു വരുന്നു, മിഷണറി മലയാളം രൂപപ്പെട്ടു വരുന്നു. ഇപ്പോൾ ജോർജ് മാത്തിനെ പോലെയൊക്കെയുള്ള അദ്ദേഹത്തിൻ്റെ ബാലാഭ്യസനം പോലെയുള്ള വലിയ പ്രബന്ധങ്ങൾ വരുന്നു. മലയാളത്തിലൊരു പുതിയ ഗദ്യഭാഷ വികസിക്കുന്നു, ബൈബിൾ വിവർത്തനം ചെയ്യപ്പെടുന്നു, ജ്ഞാനനിക്ഷേപം പോലുള്ള ഗ്രന്ഥങ്ങൾ ഉണ്ടായി വരുന്നു. അങ്ങനെ ബെഞ്ചമിൻ ബെയ്ലിയുടെ, ഗുണ്ടർട്ടിൻ്റെ, ഇതുപോലുള്ള അർണോസ് പാതിരിയുടെ ഒക്കെ പല നിലകളിലുള്ള പ്രവർത്തനത്തിലൂടെ ഭാഷയുടെ നവീകരണത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ഒരു വലിയ തരത്തിലുള്ള ജനാധിപത്യത്തെ കടത്തിക്കൊണ്ടുവരാൻ മിഷണറിമാരുടെ നേതൃത്വത്തിലുള്ള വിദ്യാഭ്യാസ പ്രവർത്തനത്തിനും ഭാഷാ പ്രവർത്തനങ്ങൾക്കും അന്ന് കഴിയുന്നുണ്ട്. ഇപ്പോൾ ഭാഷ, നാട്ടുഭാഷയിലേക്കുള്ള അറിവിൻ്റെ സംക്രമണം എന്നത് നവോത്ഥാനത്തിൻ്റെ സുപ്രധാന അടിസ്ഥാനങ്ങളിൽ ഒന്നാണെന്ന് നമുക്കറിയാമല്ലോ. മാർട്ടിൻ ലൂതറിൻ്റെ ബൈബിൾ പരിഭാഷയോ അല്ലെങ്കിൽ വൈക്ലിഫിൻ്റെ ബൈബിൾ പരിഭാഷയോ മുതൽക്കിങ്ങോട്ട് നാട്ടുഭാഷ എന്നത് നവോത്ഥാനത്തിൽ ഉടനീളം ഒരു കേന്ദ്ര പദവി വഹിച്ച ആശയമാണ്. ഇപ്പം അബ്രഹാം അൽപ്പാനെ പോലൊരാൾ കൂദാശകളൊക്കെ സുറിയാനിയിൽ നിന്ന് മലയാളത്തിലെത്തണം എന്ന് വാദിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ മക്തി തങ്ങൾ, സനാവുള്ള മക്തി തങ്ങളെപ്പോലെ ഇസ്ലാമിനകത്ത് ഉള്ള വലിയ നവീകരണവാദികളിലൊരാൾ പ്രാർത്ഥനകൾ അറബിയിലല്ല വേണ്ടത്, പ്രാർത്ഥനകൾ മലയാളത്തിലാണ് വേണ്ടത് എന്ന് വാദിക്കുന്നുണ്ട്. ഇങ്ങനെ നാട്ടുഭാഷ വള്ളത്തോളും അതുപോലെ കുഞ്ഞുകുട്ടൻ നമ്പുരാനും ഒക്കെ രാമായണവും മഹാഭാരതവും വേദങ്ങളും പുരാണങ്ങളും ഒക്കെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും ഇന്ന് കരുതുന്നത് പോലെ അവയൊന്നും അത്ര ലളിതമായ പരിശ്രമമായിരുന്നില്ല. അപ്പോൾ വള്ളത്തോൾ രാമായണം വിവർത്തനം ചെയ്തതിന് പിന്നാലെ വള്ളത്തോളിന് ചെവിട് കേൾക്കാണ്ടായി. അപ്പോൾ യാഥാസ്ഥിതികർ പറഞ്ഞ ഒരു കാര്യം,
രാമായണം വിവർത്തനം ചെയ്തതിലുള്ള ദൈവകോപം കൊണ്ടാണ് കേൾവി നഷ്ടപ്പെട്ടത് എന്നാണ്. വള്ളത്തോൾ മറുപടിയായിട്ട് പറഞ്ഞത്, രാമായണം വിവർത്തനം ചെയ്ത് ചെവിട് കേൾക്കാണ്ടായെങ്കിൽ ഞാൻ ഋഗ്വേദം വിവർത്തനം ചെയ്യാൻ പോവുകയാണ് എന്ന് പറയുകയും അദ്ദേഹം ഋഗ്വേദം വിവർത്തനം ചെയ്യുകയും സ്വന്തം നിലയ്ക്ക് അച്ചടിപ്പിക്കുകയും അത് നാട്ടിലെ ആളുകളെയൊക്കെ ഏതാണ്ട് ഭീഷണിപ്പെടുത്തി വാങ്ങിപ്പിക്കുകയൊക്കെ ചെയ്തു. വള്ളത്തോളൊരു പ്രതാപിയായിട്ടുള്ളൊരു കവിയായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന പോലെ വള്ളത്തോളിനെ കുറിച്ചുള്ള ഒരു കഥ എന്താണെന്ന് വെച്ചാൽ, കലാമണ്ഡലത്തിൻ്റെ രജത ജൂബിലിക്ക് ഈ 25ാം വാർഷികത്തിന് നെഹ്റു വന്നു അത്രേ. അപ്പം നെഹ്റു അന്ന് വലിയ പ്രധാനമന്ത്രിയാണ്, സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ള വലിയ ഒരു പരിവേഷമുള്ള പ്രധാനമന്ത്രിയാണ്. അപ്പോൾ സ്റ്റേജിൽ വലിയൊരു കസേര നടുക്കും, പിന്നെ കുറച്ച് ചെറിയ ചെറിയ കസേരകളും ഉണ്ടായിരുന്നു. അപ്പോൾ ഉദ്ഘാടന വേദിയിൽ കയറിയിട്ട് ആ വലിയ കസേരയിൽ വള്ളത്തോളിരുന്നു എന്നാണ് ഒരു കഥ. കാരണം നെഹ്റു അല്ല ഇരിക്കേണ്ടത്, ഞാനാണ് ഇരിക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ വള്ളത്തോളിനൊരു സംശയം ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. വള്ളത്തോൾ അങ്ങനെ ഒരാളായിരുന്നു, അല്ലാതെ രാജാവാണ് കേവെന്നൊന്നും വള്ളത്തോളൊരു ഘട്ടത്തിലും കരുതിയിട്ടില്ല. അങ്ങനെ അത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം ഉണ്ടാക്കിയ ഒരു വലിയ ഒരു ബലമാണ്. അതുപോട്ടെ, ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ വള്ളത്തോള്, കുഞ്ഞുകുട്ടൻ തമ്പുരാൻ ധാരാളം പേർ ഇത്തരം വിവർത്തനങ്ങളൊക്കെ നടത്തുന്നു. ഇപ്പം മക്തി തങ്ങൾ അക്കാലത്ത് പറയുന്നൊരു കൗതുകമുള്ള പരാമർശമുണ്ട്. അദ്ദേഹം പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ മലയാളത്തിൽ പ്രാർത്ഥിക്കണം, അറബിയിൽ പ്രാർത്ഥിക്കരുത് എന്ന് പറയും. എന്നെ അദ്ദേഹം വിശദീകരിച്ചത്, അറബിയിൽ പ്രാർത്ഥിച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്താണെന്ന് ദൈവത്തിന് മാത്രമേ മനസ്സിലാവൂ, നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്നാണ്. പിന്നെ അദ്ദേഹം പറയുന്നൊരു വാക്യമുണ്ട് കേട്ടോ, പ്രാർത്ഥിക്കുന്നവനിലും പ്രാർത്ഥിക്കുന്നവളിലും കുടികൊള്ളുന്നതാണ് ദൈവം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യൻ എന്നുള്ള മൂല്യത്തിലേക്കുള്ളൊരു ഷിഫ്റ്റാണ്. ദൈവം എന്ന് പറയുന്നത് ഒരു പ്രാർത്ഥനാവാക്യമല്ല, അത് നിങ്ങൾക്ക് കൈവരുന്ന അനുഭൂതിയാണ്. ഈ അനുഭൂതി നിങ്ങൾക്ക് കൈവരണമെങ്കിൽ എന്താ പ്രാർത്ഥിക്കണമെന്ന് മനസ്സിലാവണം. ഇങ്ങനെ നാട്ടുഭാഷ എന്നുള്ളത് അത് ജർമ്മനിയിലാകട്ടെ, ഇംഗ്ലണ്ടിലാകട്ടെ, കേരളത്തിലാകട്ടെ നവോത്ഥാനത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്വാധീന ശക്തി ഈ നാട്ടുഭാഷയ്ക്ക് വേണ്ടിയുള്ള ശ്രമമാണ്. ആ നാട്ടുഭാഷയുടെ ഒരു വ്യവസ്ഥപ്പെടലിന് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയ ഇടങ്ങളിലൊന്ന് കേരളത്തിൽ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. ധാരാളം മുദ്രണാലയങ്ങൾ വന്നു, ധാരാളം മാസികകൾ വന്നു. വിജ്ഞാനപരമായ പ്രവർത്തനങ്ങളെന്ന് ഒറ്റയടിക്ക് പറഞ്ഞുകൂടെങ്കിലും മതവിജ്ഞാനമാണ് കൂടുതലും ഉണ്ടായിരുന്നത്. പക്ഷെ അതുവഴി ഭാഷ വ്യവസ്ഥപ്പെടാനായിട്ട് തുടങ്ങുകയും ഒരുപക്ഷെ മനോഹരമായൊരു ഗദ്യം നമുക്ക് ആ കാലത്ത് രൂപപ്പെടുകയും ചെയ്തു. ഇപ്പോൾ ജോർജ് മാത്തനൊക്കെ ഉണ്ടാക്കിയതുപോലൊരു ഗദ്യം ഇപ്പോൾ വാസ്തവത്തിൽ മലയാളത്തിലില്ല. ഇപ്പോൾ ഒരു സ്ഥലത്ത് അദ്ദേഹം എഴുതുന്നുണ്ട്, ഗുണത്തോട് സ്നേഹവും ദോഷത്തോട് വെറുപ്പും മനസ്സിൽ ഉദിപ്പിക്കാൻ ജന്മഭാഷ പോലെ അന്യഭാഷ ഉതകുന്നതല്ല എന്ന് മാതൃഭാഷയുടെ ഒരു മഹിമയായിട്ട് മൂപ്പര് പറഞ്ഞൊരു വാക്യമാണ്. ഗുണത്തോട് സ്നേഹവും ദോഷത്തോട് വെറുപ്പും മനസ്സിൽ ഉദിപ്പിക്കാൻ ജന്മഭാഷ പോലെ അന്യഭാഷ ഉതകുന്നതല്ല എന്ന് പറയുന്നു. ഇങ്ങനെ മാതൃഭാഷ എന്ന ആശയത്തെ സൈദ്ധാന്തികമായി സാധൂകരിച്ചുകൊണ്ടും അതിന് ധാരാളം ആവിഷ്കാരങ്ങൾ നൽകിക്കൊണ്ടുമുള്ള മിഷണറിമാരുടെ പ്രവർത്തനമാണ് കേരളീയ നവോത്ഥാനത്തിലെ മറ്റൊരു അടിസ്ഥാന ഘടകം. ഇനിയും ഒന്നൊരു പക്ഷേ നമ്മളുടെ ചർച്ചയിൽ ഒട്ടും ഇടം കിട്ടാറില്ലാത്ത ഒരു കാര്യമാണ് ഈ എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത്, സംരംഭകത്വം. ബാങ്കുകൾ വരുന്നു, അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ വരുന്നു. ഇവയുടെ എല്ലാം കൂട്ടായ്മയിലൂടെ വാസ്തവത്തിൽ സാമ്പത്തിക ജീവിതത്തിൻ്റെ കേന്ദ്രത്തിലേക്ക് ജനങ്ങൾ വരുന്നു എന്ന് പറയാം. അതുവരെ സമ്പത്തിൻ്റെ കേന്ദ്രം പ്രഭുവോ രാജാവോ ഒക്കെ ആണെങ്കിൽ ചെറിയ 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 കൂട്ടായ്മകൾ ഉണ്ടാവുകയും സാമ്പത്തികവും സാമൂഹികവുമായ സംരംഭങ്ങൾ അവരുടെയൊക്കെ നേതൃത്വത്തിൽ വികസിച്ചു വരികയും ചെയ്യുന്നു. ഇപ്പോൾ മലയാള മനോരമ ആദ്യത്തെ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ആയിത്തീരുന്നു, നെടുങ്ങാടി ബാങ്ക് ഉണ്ടായിത്തീരുന്നു. ഇങ്ങനെയുള്ള ശ്രമങ്ങളൊക്കെ ഈ ജനമെന്ന് വിളിക്കുന്ന ഒരു പീപ്പിൾ എന്ന് വിളിക്കുന്ന ഒന്ന് സോഷ്യൽ ലൈഫിൻ്റെ കേന്ദ്രത്തിലേക്ക് വരികയും പഴയ ഏകാധികാരങ്ങൾക്ക് പകരം ജനാധികാരം ഉയർന്ന് വരികയും ചെയ്യുന്നു എന്നതാണ്. ഇതിൻ്റെയൊക്കെ തുടർച്ചയിലാണ് 20ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകങ്ങളിൽ സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന് വിളിക്കാവുന്ന നിരവധിയായ പ്രസ്ഥാനങ്ങൾ ഉണ്ടാവുന്നത്. അത് SNDP യോഗം ഉണ്ടായി വരുന്നുണ്ട്, അതിന് പിന്നാലെ NSS ഉണ്ടാകുന്നുണ്ട്, യോഗക്ഷേമ സഭ ഉണ്ടാകുന്നുണ്ട്. പലതിൻ്റെയും താല്പര്യങ്ങൾ പലതാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ഉണ്ടാകുന്നുണ്ട്, സാധുജന പരിപാലന സംഘം ഉണ്ടാകുന്നുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള സമുദായ നവീകരണ പ്രസ്ഥാനങ്ങൾ ഉണ്ടാകുന്നു. ഈ സമുദായ നവീകരണം എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, സമുദായം എന്ന സങ്കല്പത്തിന് അന്ന് വ്യത്യസ്തമായൊരു ഊന്നലുണ്ട്. ഇന്നിപ്പോൾ സമുദായം എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ജാതി എന്ന് മാത്രമേ മനസ്സിലാവുള്ളൂ, അത്രേ ഉള്ളൂ താനും. അന്നങ്ങനെയല്ല.
സമുദായം എന്നത് ജാതിബന്ധങ്ങൾക്കുള്ളിൽ ജാതിമർദ്ദനത്തിന് ഇരയായിത്തീർന്ന സാമൂഹ്യ വിഭാഗങ്ങൾ സ്വയം സംഘടിക്കുകയും ജാതി വിമർശനപരമായി നിലകൊള്ളുകയും ചെയ്യുന്ന ഒരു പുതിയ ഐഡൻറ്റിറ്റിയെ, ഒരു സ്വത്വസ്ഥാനത്തെ സൂചിപ്പിക്കുന്നതായിട്ടാണ് സമുദായം എന്ന ആശയം വരുന്നത്. അതുകൊണ്ട് സമുദായത്തിൽ 2 ഘടകങ്ങളുണ്ട്. ജാതീയമായി നിർമ്മിക്കപ്പെടുന്നതാണ്, പക്ഷേ ജാതി വിമർശനത്തിൽ ഊന്നുന്നതാണ്. ഈ ജാതി വിമർശനം എന്നത് പ്രധാനമാണ്. ഈ ജാതി വിമർശന, ജാതിബന്ധങ്ങളുടെ ശിഥിലീകരണം, ഒരു ആധുനിക മൂല്യത്തിലേക്കുള്ള ട്രാൻസിഷൻ, അതിനുവേണ്ടി ജാതി സ്വത്വങ്ങൾ തന്നെ പുതുതായി സംഘടിക്കുന്ന ഒരു നിലയിലാണ് സമുദായം എന്ന ആശയം കേരളത്തിലെ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യം വരുന്നത്. പക്ഷെ പിന്നീട് അത് ദുർബലപ്പെട്ടു പോവുകയും ഈ ജാതി വിമർശനം എന്ന മൂല്യം ജാതി സമുദായ സങ്കല്പത്തിൽ പതിയെ പതിയെ ഇല്ലാണ്ടാവുകയും ഇപ്പോഴാകട്ടെ സമുദായം എന്ന് പറഞ്ഞാൽ ജാതിയുടെ ഒരു പര്യായ പദമാണ് എന്ന നിലയിലേക്ക് അത് എത്തിച്ചേരുകയും ചെയ്തു. പക്ഷേ സമുദായ പരിഷ്കരണം എന്ന് പറയുന്നതിൽ ഈ പറയുന്ന ആധുനികതയിലേക്കുള്ള വലിയ ഒരു പരിശ്രമം നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊന്ന്, ഗുരുവിലൂടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടതും പലരും മുമ്പോട്ട് കൊണ്ടുപോയതുമായ, ഗുരുവിനെ ഞാൻ ഒറ്റക്കൊരാളെന്ന നിലയ്ക്ക് കാണുകയല്ല, നവോത്ഥാനത്തിൻ്റെ ഏതാണ്ട് എല്ലാ പ്രവണതകളെയും ഏറിയും കുറഞ്ഞും ഉൾക്കൊണ്ട് നിന്ന വലിയൊരു സാന്നിധ്യമായിരുന്നു ഗുരുവിൻ്റേത് എന്ന് നമുക്കറിയാം. അപ്പം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ, കേരളത്തിലെ ആദ്യത്തെ വ്യവസായ പ്രദർശനത്തിൻ്റെ അധ്യക്ഷനായിരുന്നത് നാരായണ ഗുരുവാണ്. ലോകത്തെവിടെയെങ്കിലും ഒരു സന്യാസി ഒരു ഇൻഡസ്ട്രിയൽ എക്സിബിഷൻ്റെ ചെയർമാനായിരിക്കുക എന്നുള്ളത് സാധാരണ നിലയിലുണ്ടാവില്ല. ഗുരു അത് ചെയ്യുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. വൈക്കം സത്യാഗ്രഹികൾ സമ്മേളിച്ചത് ഗുരു സ്ഥാപിച്ച മഠത്തിലാണ്, വേലൂർ മഠത്തിലാണ്. ഗുരു ആ സമരവേദിയിൽ ചെല്ലുകയും ശിവഗിരിയുടെ സംഭാവനയായിട്ട് 1000 രൂപ കൊടുക്കുകയും അതിൻ്റെ മേൽനോട്ടത്തിനായിട്ട് തൻ്റെ 2 ശിഷ്യന്മാരെ പ്രത്യേകമായി ചുമതലപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നതും നമുക്ക് കാണാൻ പറ്റും. ഇങ്ങനെ നവോത്ഥാനം ഉയർത്തിക്കൊണ്ടുവന്ന എല്ലാ പ്രവണതകളോടും സാമൂഹികമായി ബന്ധപ്പെടാൻ ശ്രമിക്കുക, മറുഭാഗത്ത് അതുവരെ നിലനിന്ന ദൈവഭാവനകളെയൊക്കെ ആധുനികമായൊരു നീതിബോധത്തിന് ഇണങ്ങുന്ന മട്ടിൽ പുനഃക്രമീകരിക്കുക. ദൈവദശകമാകട്ടെ, ആത്മോപദേശകമാകട്ടെ, അനുകമ്പാദശകമാകട്ടെ, ഇതിലൊക്കെ ഈ നവീകരണത്തിൻ്റെ ധാരാളമായ അടയാളങ്ങൾ കാണാൻ പറ്റും. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ദൈവഭാവന എന്ന് പറയുന്നതിനെ ഗുരു സാമൂഹിക ഭാവന തന്നെയാക്കി. അത് ചെറിയൊരു കാര്യമല്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നത് അപരൻ്റെ ഗുണത്തിനായി വരണം എന്നത് അദ്വൈതത്തിലേക്ക് അദ്ദേഹം സന്നിവേശിപ്പിച്ച ഒരു സാമൂഹിക മൂല്യമാണ്. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായുള്ള ഒരാത്മരൂപം എന്നത് പഴയ തത്വമാണ്. ഞാനും നീയും എന്നൊക്കെ അറിയുന്നത് ഒരേ ഒരു ദൈവ ചൈതന്യമാണെന്നോ പ്രപഞ്ച ചൈതന്യമാണെന്നോ കാണാം. പക്ഷേ ഈ ഞാനും നീയും എന്ന വിഭജനത്തിൽ ഒന്ന് തന്നെയാണ് ഉള്ളതെന്ന് പറയുകയും എൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം നീയാണ് എന്ന് പറയുകയും ചെയ്യുന്നതോടെ ദൈവഭാവനയ്ക്ക് ഒരുപാട് മാറ്റം വരുന്നു. ഇപ്പോൾ ഇമ്മാനുവൽ ലെവിനാസിനെ പോലെ ഒരാൾ 20-ാം നൂറ്റാണ്ടിൽ സെൽഫ് ആസ് ദ ഹോസ്റ്റ് ഓഫ് ദി അതർ എന്ന ആശയം പറയുന്നുണ്ട്. അതായത് അപരത്തിൻ്റെ ആതിഥേയത്വത്തിലൂടെ നിലവിൽ വരുന്നതാണ് ആത്മം എന്ന തത്വം. ഇത് ലെവിനാസ് ഇങ്ങനെ ആശയം വിശദീകരിക്കുന്നതിനൊക്കെ ഒരു 100 കൊല്ലം മുമ്പ് തന്നെ ഗുരുവിൻ്റെ ചിന്തയിൽ ഈ ആശയം പല രൂപത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനതിൻ്റെ വിശദാംശങ്ങൾ പറയണില്ല. അപരപ്രിയത്വം, അപരോന്മുഖത്വം എന്നത് ആത്മഭാവനയുടെയും ദൈവഭാവനയുടെയും കേന്ദ്രത്തിലേക്ക് ഗുരു കൂട്ടിക്കൊണ്ടുവരുന്നു. പൊതുവെ പറഞ്ഞാൽ ഇത് പിന്നീട് എല്ലാത്തിലേക്കും പടരുന്നു. അത് വിജ്ഞാന സങ്കല്പത്തിൽ, മതബോധത്തിൽ, സാമൂഹികതയിലൊക്കെ ഈ അപരോന്മുഖം എന്ന് പറയുന്ന ഒന്ന് ഉയർന്നുയർന്ന് വരുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. അവസാനമായിട്ടൊരു ഘടകം പറയാനുള്ളത്, കേരളത്തിൽ 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ വികസിച്ചു വന്ന യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും വലിയ തോതിലുള്ള വ്യാപനമാണ്. സഹോദരനയ്യപ്പനെ പോലുള്ള ആളുകൾ വരുന്നു, വീട്ടി ഭട്ടതിരിപ്പാട് വരുന്നു, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള വരുന്നു. ഇവരെല്ലാം യുക്തിബോധം എന്ന് പറയുന്നതിനെ കേവലമായ, ഇന്നിപ്പോൾ യുക്തിവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താർക്കിക രതിയാണ്. നിങ്ങളൊരാളെ തർക്കിച്ച് തോൽപ്പിക്കാൻ ചാടിപ്പുറപ്പെടുകയും തർക്കിച്ച് തോൽപ്പിച്ചു എന്ന് സ്വയം ആനന്ദിച്ച് രമിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ്. മറിച്ച് താർക്കികതയുടെ ഈ ആനന്ദത്തിനപ്പുറം സാമൂഹികമായ നവീകരണം എന്ന വലിയ ലക്ഷ്യത്തെ മുൻനിർത്തുന്ന ഒന്നായിട്ട് യുക്തിബോധത്തെ വികസിപ്പിക്കുന്ന ഒരു ഘട്ടം കേരളത്തിൻ്റെ യുക്തിവിചാരത്തിൻ്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ആ ഘട്ടത്തിലാണ് വീട്ടിയും അയ്യപ്പൻ മാഷും കുറ്റിപ്പുഴയും MC ജോസഫും ഒക്കെ പോലുള്ള വലിയ നേതാക്കൾ നമ്മുടെ നവോത്ഥാനത്തിൻ്റെ തന്നെ
വലിയ നേതൃബിംബങ്ങൾ കേരളത്തിലെ യുക്തിവാദത്തിൻ്റെയും ശാസ്ത്രപ്രചരണത്തിൻ്റെയും ഒക്കെ നായകബിംബങ്ങളായിട്ടും മാറുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ 8-10 ഘടകങ്ങളെ ഒറ്റ നോട്ടത്തിൽ കാണാം. ഇനിയും സൂക്ഷിച്ചു നോക്കിയാൽ വേറെയും ഘടകങ്ങളെ നിങ്ങൾക്ക് നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞതിനെ ഒന്നുകൂടി ക്രമീകരിച്ച് പറയാം. മതനവീകരണമുണ്ട്, ജാതി നശീകരണമുണ്ട്, മധ്യവർഗത്തിൻ്റെ രൂപപ്പെടലുണ്ട്, കോളനി വാഴ്ചയുണ്ട്, മിഷണറി പ്രവർത്തനങ്ങളുണ്ട്, അതുപോലെ സംരംഭകത്വത്തിൻ്റെ രൂപപ്പെടലുണ്ട്, വിദ്യാഭ്യാസവും വിജ്ഞാനത്തിൻ്റെയും പുതിയ തരത്തിലുള്ള വ്യാപനമുണ്ട്, സമുദായ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുണ്ട്, അധ്യാത്മഭാവനയുടെ പൊളിച്ചുപണിയലുണ്ട്, യുക്തിവിചാരത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും വ്യാപനവും ഉണ്ട്. ഇനിയും നിങ്ങൾക്ക് സൂക്ഷ്മമായിട്ട് നോക്കിയാൽ പല ഘടകങ്ങളെ നമുക്കിനിയും കണ്ടെടുക്കാം. ഇവയൊക്കെ തമ്മിലുള്ള കൊടുക്കൽ വാങ്ങലുകളിലൂടെ ഇവയെല്ലാം തമ്മിൽ ചേർന്ന് നിൽക്കുന്നു എന്നൊന്നും പറയാൻ പറ്റില്ല. ഇപ്പം ശാസ്ത്രാവബോധം എന്ന് പറയുന്നത് അധ്യാത്മഭാവനയോട് ചിലപ്പോഴൊക്കെ ഇടയും, യുക്തിവിചാരം എന്ന് പറയുന്നത് മതചിന്തയോട് ചിലപ്പോഴൊക്കെ ഇടയും. അങ്ങനെ പലതരത്തിലുള്ള ഇടച്ചിലുകളുമൊക്കെ ഉണ്ട്. ഈ ഇടച്ചിലുകളുമൊക്കെ ഇതിൻ്റെ കൂടെയുണ്ട്. ഇപ്പം ഞാൻ കൗതുകമുള്ളൊരു സന്ദർഭം പറഞ്ഞാൽ, കേരളീയ നവോത്ഥാനത്തിലെ മറ്റൊരു പേരാണല്ലോ വാഗ്ഭടാനന്ദൻ. വാഗ്ഭടാനന്ദൻ വന്ന് നാരായണ ഗുരുവിനോട് ഒരു ഘട്ടത്തിൽ പറയുന്നത്, അങ്ങയുടെ ഈ വിഗ്രഹപ്രതിഷ്ഠയോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നു. ഇതിനോട് ഞാൻ യോജിക്കുന്നില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വാഗ്ഭടാനന്ദനോട് നാരായണ ഗുരു പറഞ്ഞു, ഞാനും യോജിക്കുന്നില്ല എന്ന്. മൂപ്പരായി പ്രതിഷ്ഠിച്ചുകൊണ്ടിരിക്കണേ. അപ്പോൾ വാഗ്ഭടാനന്ദൻ ഗുരുവിനോട് ചോദിച്ചു, പിന്നെ എന്തിനാണിത് ചെയ്യുന്നത്? അപ്പോൾ ഗുരു പറഞ്ഞു, അത് നമുക്ക് വേണ്ടിയല്ലല്ലോ, അവർക്ക് വേണ്ടിയല്ലേ. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് തൻ്റെ ഒരു ബോധ്യത്തെ സ്ഥാപിച്ചുറപ്പിക്കുക എന്നതിനപ്പുറം സാമൂഹികമായ വിവിധ ഘടകങ്ങൾ ഈ വാഗ്ഭടാനന്ദനും ഗുരുവിൻ്റെ ഒരു ശിഷ്യ പാരമ്പര്യത്തിൽ പെടും. ഒപ്പം തന്നെ ഗുരുവിൻ്റെ സന്യാസ പാരമ്പര്യം തുടരുന്നവരും ഉണ്ട്. ഇങ്ങനെ വിവിധങ്ങളായ പ്രവണതകൾ. ഇപ്പോൾ ഒരേ സമയത്ത് കുമാരനാശാനെ പോലെ ഒരാൾ വിവേകോദയം പത്രത്തിൻ്റെ പത്രാധിപരായി പ്രവർത്തിക്കുന്നു, ചൊവ്വരയിൽ നിന്ന് ഒട്ട് കമ്പനിയുടെ മാനേജരായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ചിന്താവിഷ്ടയായ സീതയും ലീലയും നളിനിയും പോലുള്ള പുതിയ കാവ്യരൂപങ്ങൾ എഴുതുകയും മനുഷ്യാനുഭവത്തിൻ്റെ പുതിയ പ്രകാരങ്ങൾക്ക് രൂപം നൽകുകയും ചെയ്യുന്നു. ഇത് 3 നവോത്ഥാന പ്രവർത്തനമാണ്. ഒട്ടുകമ്പനി നവോത്ഥാനമാണ്, പുതിയ കവിത നവോത്ഥാനമാണ്, പുതിയ പത്രവും നവോത്ഥാനമാണ്. ഇവ തമ്മിൽ എല്ലായ്പ്പോഴും ചേരുമെന്ന് ചോദിച്ചാൽ ചേരണമെന്നൊന്നുമില്ല. ഈ വൈരുദ്ധ്യത്തിൻ്റെ നടുവിൽ കൂടിയാണ് വാസ്തവത്തിൽ കേരളീയ നവോത്ഥാനം വികസിച്ചു വന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് ഏകമുഖമായ ഒരു വഴിയിലൂടെ ഒരൊറ്റ ധാരയായി മതത്തെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്രവണതയെയോ മുൻനിർത്തി ഉണ്ടായതല്ല. ബഹുവിധമായ പ്രവണതകളും ബഹുവിധമായ ധാരകളും തമ്മിൽ കലർന്നും പോരടിച്ചും പലപ്പോഴും തമ്മിൽ ഇണങ്ങിയും രൂപപ്പെട്ട വലിയ ഒരു പ്രക്രിയയാണ്. ആ പ്രക്രിയയുടെ കേന്ദ്രത്തിലുള്ളത് മാനവികതയും അതുപോലെ തന്നെ മാനുഷികതയെ മുൻനിർത്തുന്ന ഒരു ജീവിത മൂല്യവുമാണ് എന്ന് പറയാം. മനുഷ്യാണാം മനുഷ്യത്വം, മനുഷ്യന് മനുഷ്യത്വമാണ് ജാതി എന്ന് വരുന്നു. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന് എന്ന് വരുന്നു. മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്ന് വരുന്നു. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന് വരുന്നു. പുലയനും മനുഷ്യനാണ് എന്ന് വരുന്നു. ഇങ്ങനെ മനുഷ്യൻ എന്ന ഒരു പൊതുപ്രമാണത്തെ ഇതര വ്യവഹാരങ്ങൾക്ക് മുകളിൽ ഉയർത്തിക്കൊണ്ടുവന്ന് ആ മാനുഷികത എന്ന മൂല്യത്തെ സാമൂഹിക വിവേചനങ്ങൾക്കെതിരായ വലിയൊരു സമ്മർദ്ദമാക്കി രൂപപ്പെടുത്തുന്ന ഒരു പ്രക്രിയയായിട്ട് നമുക്ക് നവോത്ഥാനത്തെ കാണാം. അതുകൊണ്ട് ഒറ്റ വഴിയിലൂടെ സഞ്ചരിച്ചെത്തിയതല്ല. ഒരു വാക്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഈ മാനുഷികതയുടെ പൊതുമണ്ഡലത്തെ ആകാവുന്നത്ര വെട്ടിക്കീറുന്ന ജാതീയവും മതപരവും സാമുദായികവും ഒക്കെയായ വിഭാഗീയതകൾ അതിൻ്റെ പരമാവധി ശക്തി ആർജിച്ച ഒരു കാലത്താണ് നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് നവോത്ഥാനം എന്നതൊരു ഭൂതകാല സുവർണദശയാണെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് ഈ മാനുഷികമായ സാഹോദര്യം, ഞാൻ കേരളീയ നവോത്ഥാനത്തിൻ്റെ കേന്ദ്രവാക്യമായി കരുതുന്നത് ഒരൊറ്റ വാക്കിനെയാണ്, സോദരത്വേന എന്ന വാക്കാണ്. ഈ സാഹോദര്യം ഇത് നിങ്ങൾക്ക് ജീൻവാൽജീൻ പറയുന്ന ഡീല മെത്രാൻ പറയുന്നതായിട്ട് കേൾക്കാം, ഫ്രഞ്ച് വിപ്ലവത്തിൽ കേൾക്കാം, ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ കേൾക്കാം, അരിയപ്പുറത്ത് എഴുതി വെച്ച ശ്ലോകത്തിലും കേൾക്കാം സാഹോദര്യം എന്നത്. ഈ സാഹോദര്യം എന്നത് ഒരു കേവല തത്വമാകാതെ ഒരു സാമൂഹ്യ അനുഭവമാക്കി മാറ്റാൻ പോന്ന മട്ടിലുള്ള നിരവധി ബലങ്ങളുടെ സമ്മർദ്ദം 19-ാം നൂറ്റാണ്ടിലും 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ
ദശകങ്ങളിലും കേരളത്തിൽ അരങ്ങേറുകയുണ്ടായി. അതിൻ്റെ ആകത്തുകയിലാണ് ഒരാധുനിക സമൂഹമായി കേരളം പരിണമിച്ചു വന്നത്. അതിനെ നവോത്ഥാനമെന്ന് വിളിക്കണമോ വേണ്ടയോ എന്നുള്ളത് മറ്റൊരു വിഷയമാണ്. പക്ഷേ ഈ വൈവിധ്യവും അതിൻ്റെ ഉള്ളിലെ ബഹുത്വവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിലേതെങ്കിലും ഒരു ഘടകത്തെ തമസ്കരിക്കാനോ ഏതെങ്കിലും ഒരു ഘടകത്തെ മാത്രമായി ഉയർത്തിക്കൊണ്ടുവരാനോ ഉള്ള ഒരു ശ്രമത്തിനും ഇതിൻ്റെ ചരിത്രത്തോട് നീതി പുലർത്താൻ കഴിയില്ല. ഈ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക, ആ വൈവിധ്യങ്ങളിലാണ്, അവ തമ്മിലുള്ള പങ്കുവയ്പ്പിലാണ് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൻ്റെ, ആധുനിക ജീവിതത്തിൻ്റെ വേരുകൾ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുക. ആ പങ്കുവയ്പ്പിൻ്റെ ഒരു മൂല്യത്തെ എത്രത്തോളം നമുക്കിന്ന് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നതാണ് നവോത്ഥാനത്തെക്കുറിച്ച് നമ്മുടെ കാലത്തെ പ്രധാനപ്പെട്ട ചോദ്യം എന്നാണ് ഞാൻ കരുതുന്നത്.